എങ്ങടാണ്? എങ്ങടാണെന്ന്? ഇങ്ങോട്ട്. എന്നാ പോകാൻ പറ്റും, എനിക്കൊന്ന് രണ്ട് കാര്യങ്ങൾ അറിയാനുണ്ട്. എന്താണ്? ഞാൻ ഒരു ചായ കുടിക്കട്ടെ എന്നിട്ട് പറയാം. ചായയും പാലൊക്കെ പിന്നെ കുടിക്കാം. ഞാൻ നിന്റെ ഭർത്താവാണ്, ഈ കുടുംബത്തിന്റെ നാഥനാണ്. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നീ മുന്നോട്ട് കാല് വെച്ചാൽ മതി. പറ. നിനക്ക് ഈ ജോലി കിട്ടിയിട്ട് എത്ര ദിവസമായി നിനക്ക് വല്ല നിശ്ചയമുണ്ടാ? അത് ചോദിക്കാനാണ് ഇപ്പൊ ഇവിടെ ഇരിക്കണ. അപ്പൊ ചോദിക്കണേന് മറുപടി പറയടി. എനിക്ക് അറിഞ്ഞൂടാ. അന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. 1 മാസവും 18 ദിവസവും ഇന്നത്തേക്ക്. തുടക്കത്തിലൊക്കെ ഞാൻ അവിടെ വന്ന് നിന്ന് ക്യൂ നിന്ന് വാങ്ങിയിട്ടുണ്ട്. നീ ഇന്ന് കൊണ്ടുവരും, നാളെ കൊണ്ടുവരും, മറ്റന്നാൾ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് ഞാൻ കാത്ത്. മനുഷ്യനാണല്ല, ക്ഷമിക്കണമല്ല. എന്റെ മാനോ അഭിമാനത്തിനും എനിക്ക് വിലയുണ്ട്. എനിക്കും പുറത്തോട്ട് ഇറങ്ങി നടക്കണം. എത്ര കാശ് പിരിവിട്ടാണ് ആ പാവങ്ങൾ എനിക്ക് സ്വീകരണം തന്നത്. ഞാൻ അവർക്ക് കൊടുത്ത വാക്കിനൊരു വിലയില്ലേ? നിന്നോട് പട്ടി പറയണ പോലെ ഞാൻ പറഞ്ഞില്ലേടേ, ആ രാഘവേട്ടനും സത്യേട്ടനും ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കണോന്ന്. ഞാൻ അതിന് വേണ്ടിട്ടല്ല. നീ വേലയെടുത്ത പൈസക്ക് മേടിക്കണ്ട, നിനക്ക് പൈസ ഞാൻ തരും. പക്ഷെ നീ അവിടെ കസേര മേടിക്കുമ്പോ എനിക്ക് വന്ന ക്യൂ നിന്ന് വാങ്ങാൻ പറ്റുമോ? അതിനിപ്പോ എന്താ എല്ലാരും ക്യൂ നിന്നല്ലേ? നീ കൊണ്ടെന്ന് തന്നെ എനിക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായി. നിന്നെ ആ പോസ്റ്റിലോട്ട് എത്തിക്കുമ്പോ എനിക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായി. നീ എന്താ എന്റെ കഷ്ടപ്പാട് മനസ്സിലാക്കാത്തത്? എന്താണ് നിങ്ങൾക്ക്? ഞാൻ കുടിച്ച് വെളിവില്ലാതെ വന്നെ ഏതെങ്കിലും ഒരു ദിവസം ഇവിടെ വന്ന് കിടന്നിട്ടുണ്ടാടി? നിനക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാ? ഇല്ല, ഒട്ടുമില്ല. ഉദ്യോഗസ്ഥ നടക്കണ്. എനിക്കിപ്പൊ അതൊന്നും കൊണ്ടുവരാൻ പറ്റൂല. നീ ഇങ്ങാട് പറയണ്ട. നീ നിന്റെ കെട്ടിയനായി എനിക്കൊരു തുള്ളി കൊണ്ടുവന്ന് തരാൻ നിനക്ക് പോക്കണം കേടാണെങ്കിൽ നീ പഞ്ചായത്തിൽ ഒരാൾക്കും കള്ളു വിളമ്പണ്ട. നീ ഇന്നോട്ട് ഈ പണി ഇവിടെ നിർത്തിക്കോ മണ്ടു. വെറുതെ അനാവശ്യം പറയരുത്. മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. നാളെ നീ ഇതിന്റെ പുറത്തോട്ട് ഇറങ്ങിയ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. ഒരു ജോലിക്കാരി നടക്കണ്, എന്നോട് തർക്കുത്തരം പറയണ. എന്റെ കൊരണവള്ളിയാണ് ഇന്ന്. ഇതൊന്ന് വിളിച്ചോക്ക്. ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു? 3-4-5-6 പ്രാവശ്യം വിളിച്ചു. മെസ്സേജ് അയച്ചു. എടുക്കണ്ടേ? അല്ല, ഇനിയിപ്പോ അവള് ബീവറേജ് കൂട്ടിയിട്ട് വരുമ്പോ കുപ്പി കൊടുത്തില്ലിരിക്കും. അത് കൊണ്ടുവരാന്ന് പറഞ്ഞാലേ. അല്ല, ഓൻ ഒറ്റയ്ക്ക് കുടിക്കുന്നുണ്ടോ? ഈ എന്താ രാഘവട്ട പറയണത്? എങ്ങനെ ഒറ്റയ്ക്ക് കുടിക്കണത്? എപ്പോഴേലും ഒറ്റയ്ക്ക് കുടിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ കുടിച്ചിട്ടില്ല. പിന്നെന്താ പറയണത്? സത്യം. അപ്പൊ അവള് ബീവറേജ് കൂട്ടി വരുമ്പോ കുപ്പി കൊണ്ടിരുന്ന് കരുതിട്ട് നമ്മള് പോയി മേടിച്ചില്ല. ഈ 2 അടിക്കണ്ട. എങ്ങനെയാ ഉറങ്ങുക? എനിക്ക് പറിച്ചു നിൽക്കാനാന്നില്ല. നോക്കാം, കുറച്ചവിടെ നോക്കാം. പക്ഷെ ഇതൊരു കഷ്ടം. പോയി മേടിച്ചാൽ മതിയായിരുന്നു. അതേ വരുന്നു. ഒന്ന് വേഗം നീ എന്തെത്ര നേരം? അതെ, എന്താ ഫോൺ എടുക്കാത്ത? നീ ഫോൺ കിട്ടണില്ല. ഇനിയിപ്പോ അത് തർക്കിക്കല്ലേ? സാധനം ഇല്ല, കാണില്ല. അതെ, അത് കൊണ്ടുവന്നില്ല. അവള് കൊണ്ടുവരുന്ന പറഞ്ഞാലേ കൊണ്ടുവരുമെന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നില്ലാന്ന്. നിന്റെ ഭാര്യല്ലേടാ? എന്ത് പറഞ്ഞിട്ട് കേക്കണ്ടേ സൂതേട്ടാ? ഞാൻ കയ്യും കാലും പറിച്ചിട്ട് പാടില്ല. രാത്രി 2 അടിക്കണ്ട ഇങ്ങനെ കിടക്കുക. അത് അവള് കൊണ്ടുവരില്ല. അവളുടെ കയ്യിൽ നിന്ന് കിട്ടി കുടി. പറ്റില്ല എന്ന് പറഞ്ഞോ? അല്ല സത്യേട്ടാ, എന്നൊന്ന് മനസ്സിലാക്ക്. വിട്ടുപോയി സൂതേട്ടാ. എന്തേ? ഒരു തുള്ളി കുടിക്കാൻ പറ്റുമെന്ന് നോക്കല്ലേ? എന്റെ വെള്ളം കുടി മുട്ടിയിരിക്കാണ്. എന്താ? അവള് കുടിപ്പിക്കൂല സത്യേട്ടാ. ഒരു കാര്യം അറിയോ? പഴയ പോലെയല്ല. ബീവറേജില് ജോലി കിട്ടിയ പെണ്ണുങ്ങളെ സുരക്ഷിതത്വത്തിന് വേണ്ടി കരാട്ടെ പഠിപ്പിക്കണമെന്ന് സർക്കാര്. കരാട്ടെ? ഇന്നലെ ഞാൻ ഈ സാധനം കൊണ്ടുവന്നില്ലേ, ഞാൻ സത്യേട്ടനോട് വാക്ക് പറഞ്ഞല്ലേ എന്ന് ചോദിച്ചപ്പോ എനിക്ക് കുടിക്കണമെന്ന് പറഞ്ഞൊരു പൂട്ടിയിട്ടേ പറയുന്നു. ഇങ്ങനെ ഒരു പിടുത്തം ഇങ്ങനെ ഒരു തിരിച്ചിട്ടേ ഉള്ളിപ്പോയി ഞാൻ ഉണ്ടാൻ പറ്റി ശ്വാസം മുട്ടിയിട്ട്. ഇനി മേലാലി കുടിച്ചു വന്ന് എന്നെ മണം കിട്ടിയ എന്നെ അവൾ ചവിട്ടി കൂട്ടിയിട്ട് അവള് വീട്ടിലോട്ട് പോകുന്ന പറയണ. എനിക്ക് അവൾക്ക് ജോലി കിട്ടിയ ഒരു മാറ്റേണ്ട സത്യ. ഞാൻ ക്യൂല് നിന്നിട്ട് അവളുടെ അടുത്ത് നിന്നിട്ടേ മണ്ടോ എന്ന് വിളിച്ചു. മുഖത്തേക്ക് നോക്കിയില്ലേ അവള്? ഞാൻ കരുതിയത് അവൾക്ക് ജോലി കിട്ടിയാൽ നമ്മളെ പൊന്നുപോലെ നോക്കുമല്ലാന്ന് ഓർത്താണ് ഈ ആകെ മുഴുവൻ സഹിച്ച. ആള് മാറിപ്പോയി. അതെ, ഇന്നിപ്പോ എന്താ ചെയ്യാ സത്യം? ഇത് കേട്ടോണ്ട് അങ്ങനെ പറയല്ലേ സത്യായിട്ട്. എല്ലാം കഴിക്കണമെന്നുണ്ട് ചെറുത്. ബീവറേജും പൂട്ടി. ഒരു കാര്യം ചെയ്യാം, പ്രസാദിനെ വിളിച്ചിട്ടാ മിലിറ്ററിക്കാരനെ വിളിക്കാം. കുടിക്കണമെന്നുണ്ട്. പക്ഷേ നിന്നിട്ട് കാര്യമില്ല. അവള് കൊന്നുകളയും തന്നെ. അതുപോലെ അവള് കുളിച്ചു വരുമ്പോഴേക്കും ചപ്പാത്തിയും വെയിറ്റ് അവൾക്ക് അറിയാൻ ഉണ്ടാക്കി വെക്കണം. ഞാൻ ചെല്ലട്ടെ. അടിച്ചിട്ട് വല്ല കഴിച്ചിട്ട് നോക്കടാ. ഞാൻ വല്ല ആത്മഹത്യം ചെയ്യുമ്പോ 2ന്റെ ഇടയിൽ കിടന്നത് ഞാൻ. വേണ്ട, നീ പോയിക്കോ.
എന്നാ പോവാ. ആ ഇനി നമ്മ കുറെ നേരം എടുക്കും. ഫോൺ അവിടെ എടുത്ത് വിളിച്ചു വേണ്ട വേണ്ട, അല്ല ഞാനില്ല സുധേ. അല്ല എന്താ ശരി, നീ വിട്ടാതല്ലേ. പ്രസാദം വിളിച്ച ഞാനേ ഇങ്ങനെ ഒന്നും കരുത്തില്ല കേട്ടോ. അയ്യോ ഒരു ജോലി കിട്ടിയിട്ട് ഇങ്ങനെയാ. അതെ അല്ല സുധര ഏതാ വാങ്ങണത്? എന്തേ അല്ല ഏതാ വാങ്ങ? ഏത് വാങ്ങിയ എന്താണ്? എന്തേ അല്ല ഒന്ന് അറിയാനാണ്. എന്താ കഴിക്കണെന്ന് അറിയണമല്ലോ. എന്തായാലും മറ്റേ മിലിറ്ററി അല്ലേ, ബിസ്കിയാവും. ബിസ്കിയാ? ഓ രാവിലെ വരെ ഉണ്ടാവും അതല്ലേ? അത് കഴിച്ചിട്ട് പോക്കടാന്ന് പറയണം. വേണ്ട വേണ്ട. ഓ ഭാഗ്യവന്മാരാണ് കേട്ടാ നിങ്ങള്. എന്തൊക്കെയായിരുന്നു ജോലി കിട്ടുമ്പോഴത്തേന് 5 കുപ്പി 6 കുപ്പി, ഇയാൾക്ക് സ്പെഷ്യൽ കുപ്പി, ആന തേങ്ങ, ബീവറേജിൽ പോണ്ട, ക്യൂ നിക്കണ്ട. ആദരിച്ചൊക്കെ വെറുതെ ആയി. ഒക്കെ വെറുതെ വേസ്റ്റ് ആയി. ഒന്നാമത് ഈ പെണ്ണുങ്ങൾക്കൊന്നും ബിവറേജിൽ ജോലി കൊടുത്താൽ ശരിയാവില്ല സുഗത. ഭയങ്കര ബോറ് പരിപാടിയായി പോയി. ഇതിന്റെ ഫോൺ എവിടെ ഞാൻ വെച്ചത്? അതിന്റെ ഉള്ളിൽ എവിടെയും ഉണ്ടാവും. എടുത്ത് വിളിക്ക് പ്രസാദിനെ. വേറൊരാളെ നമ്പരുത്. നമ്പി എങ്ങനെയൊക്കെ ഉണ്ടാവും. അവനെ എന്നും ചെയ്യണ പോലെ പോയി മേടിച്ചാൽ മതിയാ. ഹലോ, ആ പ്രസാദേ, നമുക്കൊരു സാധനം വേണല്ലോ. നീ എന്താ പെണ്ണുങ്ങൾ അങ്ങനെ തല്ലിയാൽ എന്റെ ശിക്ഷ എന്താണെന്നറിയാം എനിക്ക്. രണ്ടോള് ഞാൻ ചെയ്യും വേണ്ടോളെ കത്തിച്ചു. നിങ്ങൾക്ക് കേക്കണ, ഇവള് ചുണ്ടൻ വൈദ്യെടുത്ത് പോയി പൊടി മേടിച്ചോടുന്നതിന് മദ്യം നിർത്താൻ വേണ്ടി ചോറിൽ കലക്കി തിന്നാൻ വേണ്ടിട്ട് ഞാൻ കുടിയെടുത്തല്ലോ. എന്താടാ എന്തോള് ഞാൻ എന്തൊക്കെ ചെയ്യും. ഇതെല്ലാം ആരാ വീട്ടില് പോടാത് കഴിച്ചിട്ടുണ്ടാ നീ? നാണമില്ലടാ ഊളെ കള്ളും കുടിച്ചിട്ട് പെണ്ണും പിള്ള മെക്കിട്ട് നേറാൻ. അല്ല പിന്നെ ഇനി മേലാല് നീ അവളെ തൊട്ട നിന്റെ കാലിയാൻ പറ്റും പറഞ്ഞേക്കാം. എന്റെ മോളെ അനക്കന്റെ വീട്ടിൽ പോയിക്കൂടെ? എന്തിനാ ഈ നരകത്തിൽ ഇങ്ങനെ കിടക്കണത്? അച്ഛനമ്മേനെ വിളിച്ചു പറയും അണ്ണ വന്ന് കൊണ്ടുപോവാൻ. പണ്ടുവോ ആ ബീവറേജിലെ പെണ്ണുങ്ങൾക്ക് ജനമൈത്രി പോലീസ് വന്നൊരു പരിശീലനല്ലേ? അത് നിങ്ങൾക്ക് മാത്രമല്ല കിട്ടേണ്ടത്. അവിടുന്ന് കള്ള് വാങ്ങി മൂക്കറ്റ കുടിച്ച് ഇവിടെ വന്ന് ഇങ്ങനെ ഉപദ്രവിക്കപ്പെടുന്ന ഇവിടെ പോലുള്ള എല്ലാ ഭാര്യമാർക്കും കിട്ടണത്. ഒന്നുമില്ല അവൻ. ഇനി അവൻ നേരെ ആകണമെങ്കിൽ അവള് തീരുമാനിക്കണം. ആണോ? ആ അനുഭവം കൊണ്ടല്ലേ. മോളെ അവിടെ നിന്നോളൂ.